അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് 1,00,000-ൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടെങ്കിലും അതിൽ അവസാനത്തെ കണ്ണിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ആ പ്രവാചകൻ തങ്ങളുടെ അനുയായികളാവാൻ ഉമ്മത്ത് മുഹമ്മദ് അതിന് സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളിലും സർവചരാചരങ്ങളിലും ഉത്കൃഷ്ടനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാവുന്നത്, ജനിക്കുന്നത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചു വരുന്നു. അത് പ്രവാചകരോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. സ്നേഹം കൂടുമ്പോഴാണ് നമ്മൾ ആളുകളെ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് അഥവാ നബിയുടെ മാഹാത്മ്യം പല ഇടങ്ങളിലായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളും റബീഉൽ അവ്വൽ ആവട്ടെ, റബീഉൽ ആഖിർ ആവട്ടെ, എല്ലായ്പ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കാൻ നിർബന്ധിക്കപ്പെട്ടവരും കൂടിയാണ്. പക്ഷെ റബീഉൽ അവ്വൽ ആകുമ്പോൾ അതിനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യും. അത് ഒരു സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ ചില സംഗതികളാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അല്ലാഹു തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു, മലക്കുകൾ ചൊല്ലുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് നിങ്ങളും ആ പ്രവാചകർക്ക് സ്വലാത്ത് ചൊല്ലുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഏത് സമയത്തും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാതെ ഈ സത്യത്തിൽ ഇല്ല, അല്ലെങ്കിൽ ഇതിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ ഭരണഘടനയാണ്. ഏക ഇലാഹായ അല്ലാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ. ആ അല്ലാഹുവിനെ നമ്മൾ ആരാധിക്കുന്നു. അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോഴേ ഒരു വിശ്വാസിയാകുള്ളൂ. അപ്പോഴാണ് അയാൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. പക്ഷേ ആ അല്ലാഹുവിലേക്ക് എത്തേണ്ട വഴി, ആ അല്ലാഹു നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ എത്താൻ പറ്റൂ. ഒരു അല്ലാഹുണ്ട്, ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഒരു പക്ഷേ പ്രവാചകരില്ലാതെയും സ്വയം ബുദ്ധിമുട്ട് മനുഷ്യന് കണ്ടെത്താൻ പറ്റിയേക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. പക്ഷെ എന്താണ് അള്ളാഹുവിനെ എത്താനുള്ള വഴി, എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരു പ്രവാചകൻ നിർബന്ധമാണ്. അങ്ങനെയാണ് ലോകത്ത് പ്രവാചകന്മാർ വരുന്നത്. എന്നാൽ അതിൽ ഏറ്റവും ഉത്കൃഷ്ടനായ അന്ത്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ് ലോകത്ത് എല്ലായിടത്തും മുസ്ലിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അള്ളാഹു ആ പ്രവാചകനെ വിശുദ്ധ ഖുർആനിലൂടെ പുകഴ്ത്തുകയും പലയിടങ്ങളിലായി പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മളും പ്രവാചകരെ കാണേണ്ടതും അനുധാവനം ചെയ്യേണ്ടതും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓരോരുത്തരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഉമ്മണ്ടാവും, അപ്പണ്ടാവും, സഹോദരി സഹോദരന്മാര്, ഭാര്യ, സന്താനങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം കാര്യം, സ്വന്തത്തെ മനുഷ്യൻ കൂടുതൽ ഇഷ്ടപ്പെടും. പക്ഷെ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തെക്കാൾ ആ പ്രവാചകരെ ഇഷ്ടപ്പെടണം. അത് വിശുദ്ധ ഖുർആനാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികളോട് അവനേക്കാൾ അടുത്ത് നിൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രവാചകനെ നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും? നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും? അത് നമ്മളെ ഏറ്റവും സ്വന്തം ശരീരത്തെക്കാൾ നമ്മളെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് സഹാബാക്കളൊക്കെ പ്രവാചകരെ അത്രമേൽ സ്നേഹിച്ചത്. അവർ ജീവിതം കണ്ടത് കൊണ്ട് അവരങ്ങനെ സ്നേഹിച്ചു. സ്നേഹത്തിലൂടെ പലതും അങ്ങോട്ട് വരും. അതിന് ചിലപ്പോ നമുക്ക് തെളിവുകളോ ആയത്തുകളോ ഒന്നും അന്വേഷിച്ചാൽ അതൊന്നും കണ്ടെത്താൻ സാധിച്ചോളണമെന്നില്ല.
അത് മനുഷ്യന്റെ സ്വാഭാവിക സംഗതികൾ വ്യത്യസ്തമായി. ഒരാളെ വല്ലാതെ സ്നേഹിച്ചാൽ ചിലപ്പോൾ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, അദ്ദേഹത്തിന്റെ വസ്ത്രം കാണുമ്പോൾ അത് ധരിക്കും, ഇങ്ങനെ പലതും ഉണ്ടാവും. ഈ സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിന് തൊട്ട് മുമ്പ് ഹിജ്റയുടെ ഒരു വാർത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്ന് അറിയിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് കരഞ്ഞു. എന്താ, ആരാണ് നിങ്ങളുടെ കൂടെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സിദ്ദീഖ് താങ്കളാണ് എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. മക്ക ഫതഹിന്റെ അന്നോ മറ്റു അവസാന സമയത്തിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കരച്ചിൽ വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, അപ്പൊ എന്താ സംഭവം? എനിക്ക് ഇതിനേക്കാൾ നല്ലത് നബിയുടെ പുത്രൻ അബൂ ത്വാലിബ് മുസ്ലിം ആകാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതാണ് നബിക്ക് ഇഷ്ടം. അതാണ് എന്റെ പിതാവാകുന്നതിനേക്കാൾ. എന്റെ പിതാവാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാൾ സ്വന്തം ശരീരത്തേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹിറാ ഗുഹയിലേക്ക് യാത്ര പോകുമ്പോൾ, പലായനം ചെയ്യുമ്പോൾ മുമ്പിൽ നടക്കും കുറച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കുറച്ച് വലത് ഭാഗത്ത് നടത്തും, കുറച്ച് സമയം ഇടത്, കുറച്ച് ബാക്കിൽ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് പഠിച്ചിട്ടാണ്. അങ്ങനെ ആ ഗുഹയിലെത്തിയത് ആദ്യം കയറിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാളെ പോകുന്നത് അവിടെ മൊത്തം പലതാണ്. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജീവികൾ ഉണ്ടാവാം. കാരണം മലമുകളിൽ ഒരുപാട് നടന്നും കുറെ മുകളിലെത്തട്ടെ, ഇരുട്ടുകൾ അറിയാം, അവിടെ പലതും ഉണ്ടാവും. ജന്തുക്കൾ ഉണ്ടാവോ, അല്ല വേറെ സർപ്പങ്ങൾ ഉണ്ടാവോ, ഒന്നും അറിയില്ല. പക്ഷെ അവിടെ ആകെ പരതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യാൻ കാരണം എന്താ? ഇത് എനിക്ക് പരിക്കേറ്റാലും ഹബീബിനെ എനിക്കരുത്. അങ്ങനെ എല്ലായിടത്തും പിന്നെ നോക്കി, ചില സ്ഥലത്തൊക്കെ തന്റെ ഡ്രസ്സിന്റെ ഭാഗം കയറിയിട്ട് അവിടെ കാണിച്ചു. ഒരു ഭാഗത്ത് അടക്കാൻ, ഓട്ട അടക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്റെ കാലവിടെ വെച്ചു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ക്ഷീണം കൊണ്ട് മടിയിൽ ഉറങ്ങിപ്പോയി. കാരണം അത്രയും യാത്ര ചെയ്യാറുണ്ട്. ആ സമയത്ത് പാമ്പിന്റെ കുത്തേൽക്കുന്നു. ഇത് കാലനക്കാതിരിക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ ഉച്ചി വീഴുന്നു. പ്രവാചകന്റെ സുന്നത വചനത്തേക്ക് പ്രവാചകൻ ഞെട്ടി ഉണരുന്നു. വെള്ളത്തുള്ളി ശരീരത്തിലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ കാലനക്കിയാൽ ആ പ്രവാചകന്റെ ഉറക്കം ഉണരുമോ, എനിക്ക് അപകടം പറ്റിയാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. അങ്ങനെ ഓരോ സഹാബാക്കളും ഇത് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും അടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിച്ച സഹാബാക്കളുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് രക്തം പുറത്ത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിന്റെ രക്തം? വന്ന് ചികിത്സ ഉണ്ട്. ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ഹിജാമ എന്നൊക്കെ പറഞ്ഞ ചികിത്സ ഉണ്ട്. തലയിൽ രക്തം ഒഴിവാക്കാം, കൊത്തിവെക്കാം, കൊമ്പ് വെക്കാം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇത് ആരും കാണാത്ത സ്ഥലത്ത് പോയി ഒഴിക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് കുടിച്ചു. എവിടെ വെച്ചു? ആരും കാണാത്ത സ്ഥലത്ത് അദ്ദേഹം കുടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാണ്? ആ രക്തം എന്റെ ശരീരത്തിലായാൽ പിന്നെ നരകം സ്പർശിക്കൂല എന്നവർ മനസ്സിലാക്കി. ഇത് നബി നേരത്തെ കുടിച്ചാൻ പറഞ്ഞ പോലെ നജസാണ് പൊതുവെ ആൾക്കാരുടെ രക്തം. പ്രവാചകന്റെ രക്തത്തെ പറ്റിയല്ല പറയുന്നത്. പക്ഷേ ഇതൊക്കെ അവരുടെ പ്രവാചകനുള്ള മഹബത്താണ്. അതാണ് ഖിയാമത്ത് നാളിലെ എപ്പോഴാണ് എന്ന് ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താണ് അതിന് തയ്യാറാക്കിയത് തിരിച്ചു വെച്ചത്. അപ്പോ ഒന്നും തയ്യാറാക്കിയില്ല. എന്റെ അടുത്ത് ഒരുപാട് നിസ്കാരമില്ല, ഒരുപാട് നോമ്പില്ല. പക്ഷെ ഞാൻ അള്ളാഹുവിനെയും അവരുടെ പ്രവാചകർ ഞാൻ അള്ളാഹുവിനെയും ഈ ഹബീബിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയാണ്. അപ്പൊ ഹബ്ബിലൂടെയാണ് അവർ ഇതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പിന്നീടുള്ള പിൻഗാമികളിലെ ചരിത്രത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ ആളുകളും അവരുടേതായ രീതിയിൽ മദ്ഹ് പാടിയും പറഞ്ഞും ഒക്കെ നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഭാവികമായും മനുഷ്യരായ മനുഷ്യരൊക്കെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും നബിയുടെ മദ്ഹ് പാടുകയും പറയുകയും ഒക്കെ ചെയ്യും. അത് പുണ്യമാണെന്ന് മാത്രമല്ല, അത് സത്യവിശ്വാസി പറഞ്ഞേ തീരൂ. ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതിയല്ലോ. ശരിക്ക് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ അത് പറ്റൂല. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയണം. നിസ്കാരം അള്ളാഹുവിനാണ്. പക്ഷേ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞേ മതിയാവൂ. വേറെ ആളോട് സലാം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളോട് നീ എന്തെങ്കിലും വർത്താനം പറഞ്ഞ നിസ്കാരം ബാത്തിലായി. പക്ഷേ നബിയോട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി. അസ്സലാമു അലൈക അയ്യുഹൻ നബി. അങ്ങനെ മയ്യത്ത് നിസ്കാരത്തിൽ വരെ സുജൂദ് പോലും ഇല്ല. പക്ഷെ അവിടെയും സലാത്ത് ചെല്ലാണ്, നബിയുടെ മേൽ സലാത്ത് ചെല്ലാം. ബാങ്ക് കൊടുക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്
എല്ലായിടത്തും നബിയുടെ നാമം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും എല്ലാ സമയത്തും മുഴങ്ങി കേൾക്കുകയാണ്. പക്ഷെ റബീഉൽ അവ്വലാകുമ്പോൾ കുട്ടികളും വൃദ്ധരും എല്ലാവരും ആ സന്തോഷത്തിൽ നമ്മൾ മതിമറക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ സ്നേഹം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. അത്രേ മതിലുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രധാന സംഭവം ഉണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ ആളുകൾ വിവാഹത്തിന്റെ വാർഷികം ആഘോഷിക്കും, അതുപോലെ തന്നെ പലതും ആഘോഷിക്കും. നേതാക്കന്മാരുണ്ടെങ്കിൽ അതുണ്ടാവും, സംഘടന ഉണ്ടാക്കി അതിന്റെ വാർഷികം ആഘോഷിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാൽ പ്രവാചകന്മാരെ മതി ചെയ്യണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ പുകഴ്ത്തിയതിന്റെ പ്രശ്നം എന്താ? ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്ന് പറഞ്ഞു, ത്രിയേകത്വം പറഞ്ഞു, അതൊന്നും പറ്റില്ല. അന്നപ്പോ ദീനെന്ന് പുറത്തു പോയല്ലോ. പക്ഷെ ആ നിലവിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാ സമയത്തും വലിയവരെ ആദരിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരിക്കൽ സദസ്സിൽ കാണാനില്ല. അയിന സാബിത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിയുടെ സാബിത്ത്. ആളുകൾ ഇങ്ങനെ തിരഞ്ഞു കാണാനില്ല. അപ്പോ പലരും ചെന്ന് നോക്കിയപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരിടത്ത് പോയി അദ്ദേഹം കരയാൻ. എന്തിനാണ് കരയുന്നത്? അദ്ദേഹം സ്വയം പറയണ, പിന്നെ ഞാൻ നരകത്ത് പോകുമല്ലോ, പേടിച്ചിട്ടാണ് കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കൂ, സാബിത്ത് ഇബ്നു ഖൈസ് നബിയുടെ പ്രവാചകനാണ്. എന്താ കരയുന്നത്? അദ്ദേഹം അവിടുന്ന് പറഞ്ഞ, പ്രവാചകരെ, ഒരു ഖുർആനിലെ ആയത്ത് എന്നെ കരയിപ്പിച്ചു. ആയത്ത് അറിയേണ്ടത് എന്താ? സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകരുടെ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ പ്രവാചകരുടെ ശബ്ദത്തെക്കാൾ ഉയർത്താൻ പാടില്ല. നിങ്ങൾ പരസ്പരം വിളിക്കുമല്ലോ, ആളുകളെ പേരെടുത്ത് വിളിക്കും, പക്ഷെ അങ്ങനെ നിങ്ങൾ വിളിക്കരുത്. അങ്ങനെ വിളിച്ചാൽ എന്താ? നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അപ്പോ അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രഭാഷണം നടത്താറുണ്ട്. നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നശിച്ചു പോയി, ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്ന് ആശങ്കപ്പെട്ടിട്ട് കരയാണ് എന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. എന്താ? നബിയുടെ മുമ്പിൽ വെച്ച് പ്രഭാഷണം നടത്താറുണ്ട്, ശത്രുക്കൾ വരും. ആ കാലത്ത് സാഹിത്യ മത്സരങ്ങൾ നടക്കുന്ന സന്ദർഭമാണ്. അപ്പൊ അവരവിടുന്ന് പ്രസംഗിക്കും, പ്രവാചകർക്കെതിരെ, ദീനിനെതിരെ. മുഹമ്മദിന്റെ പ്രഭാഷണം നടത്തുമ്പോൾ പറയും, ഖൈസ് എഴുന്നേൽക്കൂ, അജിബ്, നിങ്ങൾ ഉത്തരം പറയൂ, നിങ്ങളുടെ പ്രഭാഷണം നടത്തൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവത്തിലൂടെ മറ്റുള്ളവരുടെയൊക്കെ പ്രസംഗത്തെ അദ്ദേഹം നിഷ്പ്രഭമാക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയരും, സ്വാഭാവികമാണ്. അത് പ്രവാചകനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സാബിത്ത് ഇബ്നു ഖൈസ് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. അദ്ദേഹത്തെ അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിച്ചു. അപ്പൊ നബിയെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ. നമ്മൾ ആളുകളെ വിളിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, പല രൂപത്തിൽ വിളിക്കും. പക്ഷെ പ്രവാചകരെ നിങ്ങൾ എന്താ പാടില്ല? നിങ്ങൾ പരസ്പരം വിളിക്കാൻ പാടില്ല, നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല. അതുകൊണ്ടാണ് മദീനയിലെ ശാന്തന സമാധാനം. അന്തഹബത്താമാർക്ക് ചെറിയതൊന്നുമല്ല, ഇതുവരെ നാമൽ മുഴുവൻ പൊളിഞ്ഞു പോകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളും പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ വരുമ്പോ ഒരു അവസരമാണ്. നമ്മൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കുക. അവിടുത്തെ സഹാബാക്കളോട് കൂടെ നബി ജീവിച്ച 13 കൊല്ലം, അതിന് മുമ്പത്തെ കാലഘട്ടമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. പറ്റുന്നവർ സീറ വായിക്കാം, മൗലിദുകളും സീറയാണ്. പക്ഷെ നമുക്കറിയില്ലെങ്കിൽ അറിയുന്നത് നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ അതേപോലെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയുക. അപ്പൊ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റാനുള്ള ഒരു അവസരമാക്കി നമ്മൾ റബീഉൽ അവ്വൽ മാറ്റും. മാത്രമല്ല ഒരുപാട് സുന്നത്തുകളുണ്ട്. ഒരാൾ എന്റെ ശരീരം മുറുകെ പിടിച്ചാൽ, എന്റെ ഫസാദി ഉമ്മത്ത് നാശത്തിലേക്ക് പോകുമ്പോ അയാൾക്ക് 100 ഷഹീദിനെ കൂലിയുണ്ട്. അപ്പൊ അതിന് അവസരമാണ്. ഏതെങ്കിലും ഒരു സുന്നത്ത് റബീഉൽ അവ്വൽ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് സൗഭാഗ്യം സിദ്ധിച്ച ഒരു മാസമാണ് റബീഉൽ അവ്വൽ. നേരത്തെ തന്നെ വസന്തം എന്നാണ് പേരിട്ടുള്ളത്. അപ്പൊ ആ വസന്ത ഉത്സവം നടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്ത് നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. തിങ്കളാഴ്ച നോമ്പ് സുന്നത്തിന്റെ അതിനെ പറ്റി ചോദിച്ചപ്പോ ഫീഹുലിത്തു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കാനുള്ള ഒരു സുന്നത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നബിയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട, നബിയുടെ മറ്റു വിയർപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ അതൊക്കെ അവർ വർക്കത്തെടുത്തിരുന്നു. സഹാബകൾ ബുഖാരിയിൽ പോലെ നമുക്ക് കാണാൻ പറ്റും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി വിശ്രമിക്കാറുണ്ടായിരുന്നു.
അവിടെ വന്ന് ചിലപ്പോ ഒന്ന് ഉച്ചയുറക്കമുണ്ട്. അപ്പൊ മറ്റേ വിരിപ്പ് തോലിന്റെ വിരിപ്പായിരിക്കും. പ്രവാചകൻ എഴുന്നേൽക്കുമ്പോ അതിന് വിയർപ്പ് തുള്ളികൾ ഉണ്ടെങ്കിൽ ചിലപ്പോ രോമങ്ങൾ ഉണ്ടാവും, മുടിയുടെ മറ്റോ, അതവരിങ്ങനെ കൈകൊണ്ട് പഠിച്ചിട്ട് ഒരു കുപ്പിയിലാക്കുമായിരുന്നു എന്ന് കാണാൻ പറ്റും ഹദീസ്. എന്നിട്ട് അവരത് ഉപയോഗിക്കും, സുഗന്ധമായി ഉപയോഗിക്കുന്നു, ബർക്കത്തിന് വേണ്ടി വെക്കുന്നു. അതിൽ നബിയുടെ കേശവും ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറെ കാലം സേവനം ചെയ്ത ഖാദിമാണ്, ഖാദിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കഫം കൂടെയും നിങ്ങൾ അതിൽ നിന്ന് അല്പം നബിയുടെ വിയർപ്പ് തുള്ളി എന്റെ കഫം കൂടെയിൽ പുരട്ടണമെന്ന് വസിയത്ത് ചെയ്യുകയും അതങ്ങനെ ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയായിരുന്നു അവർ ചെയ്തത്. കാരണം അത് ആ സ്നേഹത്തിന്റെ ഭാഗമാണ്, ഒരു ബർക്കത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ അതിലേക്ക് ദീർഘമായി പോവുകയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാണ് അവർ കണ്ടിരുന്നത്, മറ്റുള്ളവർ അവരുടെ നേതാക്കന്മാരെ കാണുന്നത് പോലെയല്ല എന്ന്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായതിനു ശേഷം മുമ്പുണ്ടായ അനുഭവം വിവരിക്കാൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായികൾ പെരുമാറിയത് അദ്ദേഹം പിന്നീട് വിവരിക്കാൻ. അദ്ദേഹം പറയാണ്, ഞാൻ റോമ പേർഷ്യ രാജാക്കന്മാരുടെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരോട് അനുയായികൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹത്തോട് പെരുമാറുന്നത് വേറെ രീതിയിലാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ കാണാൻ പറ്റി, അവർ ചെയ്യുന്നത് ഈ മനുഷ്യരുണ്ടല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അദ്ദേഹം അംഗസ്നാനം ചെയ്യുമ്പോൾ ഇവിടെ എത്തക്കാത്തലും അവർ തിക്കും തിരക്കും യുദ്ധം ചെയ്യാൻ തല്ലുകൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് തുപ്പുമ്പോ അത് നേരത്തെയാവില്ല, എല്ലാവരും കൂടി അവരുടെ കൈകുമ്പിൾ അവിടെ എത്തും. എന്നിട്ട് അവരുടെ കയ്യിൽ കെട്ടി ആ വെള്ളം കൊണ്ട് അവരുടെ ശരീരത്തിൽ ആകമാനം പുരട്ടും. ഇങ്ങനെ ഞാൻ ആരെയും കണ്ടിട്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പിന്നീട് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരുടെ സ്വന്തത്തെക്കാൾ അങ്ങനെ അവർ സ്നേഹിച്ചു. ആ സ്നേഹം ഉണ്ടായപ്പോൾ അവര് പലതും പാടുകയും പറയുകയും സ്വാഭാവികമായ ജീവിതത്തിൽ നിന്ന് പലതും ചെയ്യുകയും ഒക്കെ ചെയ്തു. നമ്മളും പ്രവാചകരെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള വളരെ സുഖമായ വഴി തുറന്ന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ചിലപ്പോൾ നമുക്ക് അതിന് അവസരം കിട്ടൂല. അപ്പൊ നമ്മള് പാടുകയും പറയുകയും അതും ചെയ്യാം. ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായി പുറത്തേക്ക് വരുമ്പോൾ അവരൊക്കെ ചെയ്യും. എന്നാൽ അങ്ങനെ പറ്റാത്ത ആളുകളും പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരാനുള്ള ഒരു രീതി കൂടിയാണ് എന്ന് ആധുനിക മനഃശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ കുറെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിലൂടെ നമുക്കൊരു ബന്ധം ഇങ്ങനെ ഉണ്ടായിട്ട് വരും. അതുപോലുള്ള അവസരങ്ങളാണ്. അപ്പൊ ആ സദസ്സുകളും ആ മതങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കുകയും നമ്മൾ പ്രവാചകരെ പഠിക്കാൻ സമയം കണ്ടെത്തുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കമാകണം. മാറ്റം വന്നവരൊക്കെ ഒന്നുകൂടി ഉയർത്താനുള്ള ഒരു അവസരമാണ് ഞാൻ എന്നോടും നിങ്ങളോടുമൊക്കെ ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.